കുട്ടികളെ ആകർഷിക്കാൻ പലതരം ഹോട്ടലുകൾ ബാംഗ്ലൂരിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ എൻ്റെ ബാംഗ്ലൂർ യാത്രയിൽ എൻ്റെ കൊച്ചുമകനൊരു പ്രത്യേക ഹോട്ടലിനെ പറ്റി പറഞ്ഞു. ഒരു പ്ലെയിൻ്റെ അകത്തിരുന്ന് ഫുഡ് കഴിക്കുന്നൊരു ഹോട്ടലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹോട്ടലിനെ പറ്റിയുള്ള വിശേഷമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വ്ളോഗ്സ് വിത്ത് ജോയിക്കുട്ടി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇതുപോലുള്ള വേറൊരു ഹോട്ടലിൻ്റെ കാര്യം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പ്ലാറ്റ്ഫോം 65 എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. നിങ്ങൾക്കത് വേണമെങ്കിൽ കയറി കാണാം. ബാംഗ്ലൂരിൽ ബെണ്ണാർഘട്ട റോഡിലാണ് ഈ ഹോട്ടൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഹോട്ടലിൻ്റെ പേര് ടൈഗർ എയ്റോ റെസ്റ്റോറൻറ്റ്. ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ അതിനൊരു ബോർഡിംഗ് പാസ് ഉണ്ട്. ഒരാളിന് 100 രൂപയാണ് ബോർഡിംഗ് പാസ്. 4 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ ആ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. കണ്ടില്ലേ? ഇത് ഒരിക്കൽ ബോർഡിംഗ് പാസ് എടുത്താൽ പിന്നെ തിരിച്ച് കിട്ടുന്നതല്ല. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ബോർഡിംഗ് പാസ് എടുത്തിട്ട് എയ്റോപ്ലെയിനിൻ്റെ ഉള്ളിലോട്ടുള്ള യാത്രയാണ്. നമ്മൾ എയ്റോപ്ലെയിനിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മുടെ ശ്രമം. ഞങ്ങളിപ്പോൾ ഉള്ളിലോട്ട് കയറിയാണ്. വെക്കട്ടില്ലേ? അവിടെ നിൽക്കുന്നതൊക്കെ നല്ല എയർ ഹോസ്റ്റസ് ഒറിജിനൽ ഒരു 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 എയ്റോപ്ലെയിൻ തന്നെയാണ്. ഞങ്ങൾ ആദ്യം തന്നെ കയറിയത് കൊണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ട് ക്യൂ നിൽക്കുന്നവരൊക്കെ ഇനി പുറകെ വരത്തുള്ളൂ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കാര്യമാണ്. ഞങ്ങളാണ് ആദ്യമായിട്ട് അതിനകത്തോട്ട് കയറിയിട്ടുള്ളത്. ഞങ്ങളുടെ നേരെ മുന്നേ ഒരു കൂട്ടർ 2 കൂട്ടരൊക്കെ ഇല്ലാതെ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ ആൾക്കാർ വരുന്നു. നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. മ്യൂസിക്കൊക്കെ നല്ല ഇതായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ വൺ നോർമൽ റൈസ്, ചിക്കൻ ബിരിയാണി, പിന്നെ കേരള പൊറോട്ട, ചപ്പാത്തി, ബീഫ് പൊറോട്ട, ഗോതമ്പിൻ്റെ പൊറോട്ട, നാൻ, കുൽച്ച, रोटी ग्रेवी स्टार्टर्स वगैरह मिल जाएगा, लेकिन अल्फाम तंदूरी ग्रिल ऐसा नहीं मिलेगा. ग्रिल कुछ नहीं मिलेगा. सब तंदूरी चिकन मिलेगा, कबाब मिलेगा और जो चाइनीज आइटम है जैसे कि लेमन चिकन, ड्राई चिकन, चिली चिकन ये वगैरह सब मिलेगा. पास्ता कुछ नहीं मिलेगा. ये सर पास्ता का आइटम किसका? पास्ता इല്ല. ബിരിയാണി. ഇപ്പോൾ കണ്ടില്ലേ, ആൾക്കാരിങ്ങനെ ധാരാളമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. 1 മണിക്കാണ് ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്യുന്നതിനുള്ള പാസ് കൊടുക്കുന്നത്. അപ്പോൾ 1 മണിയാകുമ്പോഴത്തേക്കിന് നമ്മൾ വരുമ്പോൾ ആദ്യം നിൽക്കുന്ന ആളിന് ആദ്യത്തെ പാസ്. ഓർഡർ എടുക്കുമ്പോഴും ഓർഡർ തരുമ്പോഴും മുൻഗണനയുണ്ട്. ഈ പാസ് അനുസരിച്ചാണ് മുൻഗണന. ഇപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് പറഞ്ഞാൽ അവിടെ പോകുന്നവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. Excuse me, can I serve, sir? Yeah, sure. Yeah.
റൊട്ടി വേണ്ടേ? How much is the price? Yeah, only for 3. Doesn't need it. Thank you so much. We are now inviting those passengers with small children and any passengers requiring അനൗൺസ്മെൻറ്റുകളായിട്ടുള്ള ട്രെയിനിനകത്തുള്ള അതേ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകൾ. അപ്പോൾ കൊച്ചുമോന് പൈലറ്റിൻ്റെ സീറ്റിലൊന്ന് കയറിയിരുന്ന് ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈലറ്റിൻ്റെ സീറ്റിൽ കയറിയിരുന്ന് ഒരു എയ്റോപ്ലെയിൻ്റെ അകത്തുള്ള എല്ലാ സെറ്റിങ്സും അതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്ലെയിൻ പറക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു പൈലറ്റിൻ്റെ കോ പൈലറ്റായിട്ടൊന്ന് ഇരിക്കാം. അപ്പോഴേ ഞാനും അങ്ങനെ ഉള്ളിലോട്ടൊന്ന് കയറാനുള്ള ഒരു ശ്രമമാണ്. കേട്ടില്ലേ, അവിടെ കോ പൈലറ്റായിട്ട് ഞാനും കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള ഒരു സൗകര്യമുണ്ട് എന്നൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും താല്പര്യമുള്ളവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ഇടുകയാണ്. അപ്പോൾ എൻ്റെ ഒരുപാട് വീഡിയോസുണ്ട്. വ്ളോഗ്സ് വിത്ത് ജോയിക്കുട്ടി എന്ന് പറയുന്നത് ഇതുപോലെ യാത്രയിലുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അത് കാണാം. ഗുജറാത്ത് യാത്രയും വിദേശങ്ങളിലൊക്കെ പോകുന്ന യാത്രകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഇടുക. ചെറിയ ഒരു ഇത് ഞാൻ വീഡിയോ ഇടുന്നൊരു ഉദ്ദേശം മറ്റുള്ളവരെ കാണുന്നതിനേക്കാൾ കൂടുതലുപരി ഇതൊന്നും വീഡിയോ ആയിട്ട് യൂട്യൂബിൽ കിടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ളപ്പോഴൊക്കെ ഒന്ന് എടുത്ത് കാണാം ഇങ്ങനൊരു ആഗ്രഹം കൂടെ ഉണ്ട്. അപ്പം പുതുതായിട്ട് പോകുന്ന ആരുണ്ടെങ്കിലും ബാംഗ്ലൂരിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഹോട്ടലുകളുണ്ട്. ഇങ്ങനെയുള്ള ഹോട്ടലുകളിൽ പോയിട്ട് ഒന്ന് ഫുഡ് കഴിച്ച് ഒന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരവസരം കിട്ടും. ഇപ്പോൾ നമ്മളെ ഫുഡ് കഴിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. താഴെ ഇതിന് ഒരുപാട് അറേഞ്ച്മെൻറ്റ്സുകളുണ്ട്. ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് താഴെയാണ്, പ്ലെയിൻ്റെ അകത്തല്ല. പ്ലെയിനിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. അതുവഴി കയറി വരാനോ ഉള്ളിലോട്ട് കയറാനൊക്കെ ഉള്ള വേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. താഴെ ഒരുപാട് സീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ സീറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ താഴെ ഇരിക്കാൻ സൗകര്യമുണ്ട്. പിന്നെ താഴെ ഇതുപോലെ കുറേ കടകളുണ്ട്. ഫ്രൂട്ട്സിൻ്റെയും ജ്യൂസിൻ്റെയും ഒക്കെ കടകളുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിക്കാം. നല്ല പോലുള്ള അറേഞ്ച്മെൻറ്റ്സാണ്. അതുപോലെ തന്നെ ആൾക്കാർക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ വളരെ ഭംഗിയായിട്ട് കണ്ട് ആ സൈഡിൽ കാണുന്ന അത് തന്നെ ആ റൗണ്ട് പോലെ ഇരിക്കുന്നതിൻ്റെ അകത്തൊക്കെ കയറിയിരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പ്രത്യേകം അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ അതിൻ്റെ അകത്ത് കയറിയിരുന്നു. ഇതെല്ലാം അങ്ങനെ നല്ലതായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഹോട്ടലിൻ്റെ ഭാഗങ്ങളാണ്. ഈ പടി വഴിയാണ് നമ്മൾ ഫുഡ് മുകളിൽ കൊണ്ടുവരുന്നത്. അപ്പം എല്ലാവർക്കും ഈ ബ്ലോഗ്സ് വിത്ത് ജോയിക്കുട്ടി പറയുന്ന ഈ ചാനൽ നിങ്ങൾ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറയുന്നത്, ഞാനിത് പൈസയ്ക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കുന്ന ചാനലല്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പം ഓക്കെ, ബൈ ബൈ.